ഹായ് മേരെ പ്യാരെ ബച്ചോ, ആദാബ്. 6ാം ക്ലാസ്സിന്റെ കൂട്ടുകാർക്ക് ഈ വരുന്ന ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. ബച്ചോ തസ്വീർ ദേഖകർ ചാർ ഫൽ, 4 പഴങ്ങളുടെ അവർ തർക്കാരിയും കെ നാം അലഗ് അലഗ് ഖാനോ മേ ലിഖിയേ. പച്ചക്കറികളുടെയും ഫ്രൂട്ട്സുകളുടെയും പേരുകൾ നമ്മൾ ഉറുദുവില് നമ്മൾ വേറെ വേറെ എഴുതാൻ നമ്മൾ പഠിക്കുന്നു. ഫൽ, പഴങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പഴങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ആം അല്ലെ, ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആം എന്ന് പറഞ്ഞാൽ എന്താണ്? മാംഗോ. അതുപോലെ സേബ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ. ഓക്കെ, സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ. അതുപോലെ മറ്റൊന്നാണ് കട്ട്ഹൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചക്ക. അതുപോലെ എന്താണ് കട്ട്ഹൽ അല്ലാതെ മറ്റൊരു വേർഡ് പറയും, അനന്നാസ് എന്ന് പറഞ്ഞാൽ എന്താ? പൈനാപ്പിൾ അല്ലെ, പൈനാപ്പിൾ. ഇത്തരത്തിൽ പഴങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആം, സേബ്, കട്ട്ഹൽ, അനന്നാസ്. ഇനി നമ്മൾ എഴുതുന്നു തർക്കാരിയാം. വെജിറ്റബിൾസ് നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ടമാട്ടർ, അതുപോലെ ആലു, മിർച്ച്, പ്യാസ്, ഉള്ളി അല്ലെ, പ്യാസ്, ഉള്ളി. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ തർക്കാരിയാം വെജിറ്റബിൾസിന്റെ പേരുകൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ബച്ചോ ആപ്കോ കോൺ സാ ഫൽ പസന്ദ് ഹേ? നിങ്ങൾക്ക് ഏത് പഴമാണ് കൂടുതൽ ഇഷ്ടം? പസന്ദീദ ഫൽ കെ ബാരെ മേ അപ്നെ അൽഫാസ് മേ ലിഖിയേ. ഇഷ്ടപ്പെട്ട പഴത്തെ കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിൽ എഴുതിയാലും. അതിൽ നമുക്ക് ഇഷാരകൾ നൽകിയിട്ടുണ്ട്, സൂചകങ്ങൾ നൽകിയിട്ടുണ്ട്. ഖൂബ്സൂറത്ത്, ഭംഗിയുള്ളത്. രംഗ്, അതിന്റെ നിറം പറയാം. മീഠ, മധുരമാണെന്നുണ്ടെങ്കിൽ അത് പറയാം. അച്ച, നല്ലത്. മസീദാർ, രുചികരമായത്. സിഹത്ത്, ആരോഗ്യം. നമുക്കിവിടെ കട്ട്ഹലിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെന്റൻസ് തയ്യാറാക്കി നോക്കാം. കട്ട്ഹൽ എന്താ? കട്ട്ഹൽ എന്ന് പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട് ആണ് അല്ലെ, ചക്കയാണ് അല്ലെ. നോക്കൂ, നമ്മൾ എഴുതുന്നു ഏ കട്ട്ഹൽ ഹേ, ഏ കട്ട്ഹൽ ഹേ. ഇതെന്താകുന്നു? കട്ട്ഹൽ ഹേ. ഇത് ചക്കയാകുന്നു. ഏ കട്ട്ഹൽ ഹേ. കട്ട്ഹൽ ഏക് ബഡാ ഫൽ ഹേ. കട്ട്ഹൽ ഏക് ബഡാ ഫൽ ഹേ. ഒരു വലിയ പഴമാകുന്നു. കട്ട്ഹൽ ഏക് ബഡാ ഫൽ ഹേ. അതുപോലെ കട്ട്ഹൽ മേരാ പസന്ദീദ ഫൽ ഹേ. ചക്ക എന്നത് മേരാ പസന്ദീദ എന്റെ ഇഷ്ടപ്പെട്ട ഫൽ ഹേ, എന്റെ ഇഷ്ടപ്പെട്ട പഴമാകുന്നു. ഓക്കെ, അതുപോലെ കട്ട്ഹൽ എന്നത് കേരളാക്കെ റിയാസത്തി ഫൽ ഹേ. കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പഴം ഏതാണ്? കട്ട്ഹലാണ്. കട്ട്ഹൽ കേരളാക്കെ റിയാസത്തി ഫൽ ഹേ. കട്ട്ഹൽ കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പഴമാകുന്നു. കട്ട്ഹൽ സേ, നമ്മൾ അടുത്ത പോയിന്റ് എഴുതുന്നു. കട്ട്ഹൽ സേ പക്വാൻ ബനാത്തെ ഹേം, നിർമ്മിക്കുന്നു. കട്ട്ഹൽ കൊണ്ട് എന്തുണ്ടാക്കുന്നു? പക്വാൻ ഉണ്ടാക്കുന്നു, പലഹാരം ഉണ്ടാക്കുന്നു. ഓക്കെ, കട്ട്ഹൽ ഏക് മീഠാ ഫൽ ഹേ. കട്ട്ഹൽ ഏക് മീഠാ ഫൽ ഹേ. കട്ട്ഹൽ എന്താണ്? ഒരു മധുരമുള്ള പഴമാകുന്നു. അതുപോലെ കട്ട്ഹൽ ഏക് അച്ചാ ഫൽ ഹേ. കട്ട്ഹൽ എന്താകുന്നു? ഒരു നല്ല പഴമാകുന്നു. കട്ട്ഹൽ സിഹത്ത് കെ ലിയേ അച്ചാ ഹേ. കട്ട്ഹൽ സിഹത്ത് കെ ലിയേ, നമ്മുടെ ആരോഗ്യത്തിന്. സിഹത്ത് കെ ലിയേ അച്ചാ ഹേ. ഇത്തരത്തില് കട്ട്ഹലിനെ കുറിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പഴത്തിനെ കുറിച്ച് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെന്റൻസ് എഴുതി പഠിക്കുക. ഏ കട്ട്ഹൽ ഹേ, ഇത് ചക്കയാകുന്നു. കട്ട്ഹൽ ഏക് ബഡാ ഫൽ ഹേ. കട്ട്ഹൽ ഒരു വലിയ പഴമാകുന്നു. കട്ട്ഹൽ മേരാ പസന്ദീദ ഫൽ ഹേ. കട്ട്ഹൽ എന്റെ ഇഷ്ടപ്പെട്ട പഴമാകുന്നു. കട്ട്ഹൽ കേരളാക്കെ റിയാസത്തി ഫൽ ഹേ. കട്ട്ഹൽ കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പഴമാകുന്നു. കട്ട്ഹൽ സേ പക്വാൻ ബനാത്തെ ഹേ. കട്ട്ഹൽ കൊണ്ട് എന്തുണ്ടാക്കുന്നു? പക്വാൻ ബനാത്തെ ഹേ, പലഹാരം ഉണ്ടാക്കുന്നു. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ കട്ട്ഹലിലേക്ക് മീഠാ ഫൽ ഹേ. കട്ട്ഹൽ എന്താകുന്നു? ഒരു മധുരമുള്ള പഴമാകുന്നു. അതുപോലെ കട്ട്ഹൽ ഊബ്സൂറത്ത് ഫൽ ഹേ. നമുക്ക് വേണമെങ്കിൽ എഴുതാം, കട്ട്ഹൽ എന്താണ്? ഒരു ഭംഗിയുള്ള പഴമാകുന്നു. അതുപോലെ കട്ട്ഹൽ സിഹത്ത് കെ ലിയേ അച്ചാ ഹേ. കട്ട്ഹൽ എന്താണ്? സിഹത്ത് കെ ലിയേ അച്ചാ ഹേ, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാകുന്നു.
ഇനി വേണമെങ്കിൽ എഴുതാം കട്ഹൽ മസീദാർ ഫൽ ഹേ. കട്ഹൽ എന്താണ്? മസീദാർ, രുചികരമായിട്ടുള്ള ഒരു ഫൽ ഹേ, പഴമാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴത്തിനെ കുറിച്ച് സെന്റൻസ് തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.